പുസ്തകത്തിൽ ഒരു സ്തോത്ര സങ്കീർത്തന പുസ്തകമായിട്ട് സങ്കീർത്തന ഭാഗമായിട്ട് കാണാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ് 100-ാം സങ്കീർത്തനം. ഹല്ലേലൂയ. അവിടുത്തെ പശ്ചാത്തലങ്ങളിലൊക്കെ കടക്കുന്നതിന് മുമ്പ് അതിന്റെ പ്രാരംഭ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാണ്. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഇവിടെ വായിക്കുന്നത് ഒരു വ്യക്തിയെയോ അല്ലെ ഒരു പ്രസ്ഥാനത്തെയോ ഒരു സമൂഹത്തെയോ നിർത്തിക്കൊണ്ടല്ല, സകല ഭൂവാസികളും, അപ്പോൾ ഭൂമിയിലുള്ള സകല നിവാസികളും ദൈവത്തെ സ്തുതിക്കണമെന്ന് അവിടെ സ്തോത്രം സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുകയാണ്. അവിടെ വായിക്കുന്നത് യഹോവയ്ക്ക് എന്ത് ചെയ്യണം? ആർപ്പിടണം. ആർപ്പിടുക എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ദൈവത്തെ പാടി ആരാധിക്കുക, ഉത്സാഹത്തോടെ ആരാധിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കുറഞ്ഞു വരികയാണ്. ഹല്ലേലൂയ. പണ്ട് കാലഘട്ടത്തിലൊക്കെ പരിസരം മറന്ന് സാഹചര്യം മറന്ന് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എന്തിനാരാധിക്കണം? ഹല്ലേലൂയ. ചിലര് ഹല്ലേലൂയ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കുന്നു, കയ്യുടെ ഒച്ച പോലും വരുന്നില്ല. എന്ത് ചെയ്യും? മറ്റുള്ള അടുത്ത് നിൽക്കുന്നവർ പോലും കേൾക്കരുത്, ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പോലും കേൾക്കത്തില്ല. സ്തോത്രം. അപ്പം ഈ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് എന്ത് ചെയ്യണം? ആർപ്പിടണം. ഹല്ലേലൂയ. ആർപ്പിട്ടാൽ ചില പ്രവൃത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഭവനത്തിനകത്ത് ദൈവത്തിന് മുമ്പിൽ ദൈവമേ എന്നും നിലവിളിക്കുന്ന ഒരു ആർപ്പ്, സന്തോഷത്തോടെ ഉള്ള ആർപ്പ്, അത് ഇന്ന് പല സമയത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ഇവിടെ വായിക്കുന്നു, യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഹല്ലേലൂയ. ജാതികൾ എന്തുമാത്രം ഹല്ലേലൂയ ഈ സീസണുകളിലൊക്കെ അതാത് സ്ഥാനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഹല്ലേലൂയ, എരുമേലി മുതൽ അങ്ങോട്ട് നോക്കിയാൽ അറിയാം അവരുടെ ആർപ്പുവിളിയുടെ ശബ്ദം. ഹല്ലേലൂയ. അപ്പൊ ജാതികൾ ആർപ്പിടുന്നുണ്ട് അവരുടെ ദേവനെ. ഹല്ലേലൂയ. സ്തോത്രം. എത്രമാത്രം ആവേശത്തോടു കൂടിയാണ് അവർ ഹല്ലേലൂയ സ്തോത്രം മക്ക മദീനയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ആർപ്പിടുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. വളരെ ശക്തിയോടെ അവർ ആർപ്പിടുന്നുണ്ട്. ഹല്ലേലൂയ. സാത്താനെ എറിയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ ആ ഭാഗത്തൂടെ കടന്നു പോയത് കൊണ്ട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്നുകൊണ്ട് അവർ കല്ല് വലിച്ചെറിയും, സാത്താനെ എറിഞ്ഞോടിക്കുന്ന, ആർപ്പ് വിളിച്ച എറിഞ്ഞോടിക്കുന്ന അവരുടെ വിശ്വാസമത. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഹല്ലേലൂയ. 98-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം, അതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മളിവിടെ ആരാധിക്കുന്നത് ആരും അറിയരുതെന്നല്ല, അറിയണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയല്ല, ദൈവത്തെ ആരാധിക്കുന്നത് ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുന്നുണ്ട് എന്ന് ജനം അറിയണം. അതുകൊണ്ടാണ് ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ. കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യണം. അടങ്ങിയിരിക്കരുത്. ഇനി അല്പകാലമേ ഉള്ളൂ. അതുകൊണ്ട് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കേണ്ട ദൈവമക്കൾ ശക്തിയോടെ മനസ്സും ശരീരവും ഒരുപോലെ വിട്ടുകൊടുത്ത് ദൈവത്തെ പാടി തുള്ളി ആരാധിക്കണം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഒത്തിരി പ്രയാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറും. സ്തോത്രം. ഹല്ലേലൂയ. ഈ 5 വാദ്യത്രങ്ങൾ ഒന്നിച്ചു കൂട്ടി അടിക്കുമ്പോൾ ഹല്ലേലൂയ പ്രഷറും ഹല്ലേലൂയ ശരീരത്തിന്റെ ഞരമ്പുകളൊക്കെ എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഇത് തമ്മിൽ ഒന്ന് നമുക്ക് അറിയാം. ഡോക്ടർമാരൊക്കെ ചെന്നാൽ ആദ്യം ഇവിടെ നോക്കും, അല്ലെ? ഇവിടെ പിടിച്ചു നോക്കും. എന്താണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ആ വേരിയേഷൻ കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടും. നമ്മള് ഇത് മൊത്തത്തിലൊന്ന് അടിച്ചു നോക്കിക്കേ, ഒരു ആവേശത്തിന് അടിച്ചു നോക്കിക്കേ.
ഹല്ലേലൂയ. അവിടെയാണ് വായിക്കുന്നത് കൊട്ടി ഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ. ഇവിടെ വായിക്കുന്നു 98:4 വായിക്കുന്നു ആ കൊട്ടി ഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ സന്തോഷത്തോടെ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ടവരാണ്, സ്തോത്രം. പ്രയാസങ്ങൾ കൊണ്ട് നിറയപ്പെട്ടവരാണ് നമ്മൾ. ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ പ്രതീക്ഷിച്ച ഭവനത്തിലായിരിക്കത്തില്ല വന്നു ചേർന്നത്. നമ്മൾ അനുഭവിച്ചു കൊണ്ടുവന്ന ആ സ്ഥിതിയിലായിരിക്കത്തില്ല നമുക്ക് ലഭിച്ച കുടുംബം, നമുക്ക് ലഭിച്ച പശ്ചാത്തലം. എന്തുകൊണ്ടും നിരാശകളും വേദനകളും ഒക്കെ ഉണ്ടാകുന്ന ചിലപ്പോൾ ഒരു ചുറ്റുപാടുകളിലായിരിക്കും ഞാനും നിങ്ങളും ഒക്കെ എത്തപ്പെട്ടിരിക്കുന്നത്. നിരാശയുടെ ഒരു വലിയ വേലിയേറ്റം തന്നെ ഞാനും നിങ്ങളും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് നിരാശപ്പെട്ട് എനിക്ക് എന്തിന് ജീവിതം തന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു മരണം തന്നാൽ എന്താണെന്നൊക്കെ ചോദിച്ച് ജീവിതത്തെ പാഴാക്കരുത്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം. ഹല്ലേലൂയ. ദുഃഖത്തിന്റെ വേളകളിലും സന്തോഷത്തിന്റെ വേളകളിലും ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഭക്തൻ. ഹല്ലേലൂയ, സ്തോത്രം. ഭക്തന്മാരെ പലരെയും പഠിച്ചു നോക്കിയാൽ അറിയാം. കുടുംബം വിട്ട്, ദേശം വിട്ട്, സ്ഥാനം വിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, വംശം വിട്ട്, കുലം വിട്ട് എല്ലാം കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഹല്ലേലൂയ സുഖമായ മെത്തയിലല്ല അവർ കിടക്കുന്നത്. ഹല്ലേലൂയ നല്ല വീടുകളിലല്ല അവർ പാർക്കുന്നത്. അവർ സഞ്ചരിച്ച വഴികൾ കാട്ടുമൃഗങ്ങളും സ്തോത്രം വാസികളുമുള്ള ദേശത്തു കൂടെ സഞ്ചരിക്കുമ്പോൾ പല വഴികളിലൂടെ അവർ സഞ്ചരിച്ചു. മുകളിൽ നിന്ന് വരുന്ന ചൂടിന്റെ കാഠിന്യം, താഴെ നിന്ന് വരുന്ന പൊടിയുടെ ശല്യം, ഇതെല്ലാം സഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവർ നേടിയെടുത്ത ഹല്ലേലൂയ ആത്മീയ ഹല്ലേലൂയ നിലവാരങ്ങളുണ്ട്. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ നമുക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊക്കെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ഇരുന്ന് ആരൊക്കെയോ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും ഈ കൊട്ടാരായിട്ട് കടന്നു വന്നത്. ഇല്ലാതെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സ്നേഹിച്ചത് കൊണ്ട്, ആരൊക്കെയോ നമുക്ക് വേണ്ടി തിരിവിൽ നിന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട്, അല്ലാതെ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഇതിനകത്ത് കടന്നു വന്നതിന് ഈ പല സമയത്ത് നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകണം, ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത് സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം. സന്തോഷത്തോടെ. എന്താണെന്നറിയാമോ? നിത്യ നരകത്തിലേക്ക്, നിത്യ ദുഃഖത്തിലേക്ക് പോകേണ്ടിയിരുന്ന, ഒരുപക്ഷെങ്കിൽ ഇവിടെ നാം പ്രതീക്ഷിച്ച കാറോ വീടോ ചുറ്റുപാടുകളോ ഒന്നും ലഭിച്ചില്ല എങ്കിൽ പോലും നാം ഹല്ലേലൂയ നിത്യ നരകത്തിലേക്ക് പോകേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിച്ച് നിത്യ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർത്തത് അത് ദൈവത്തിന്റെ കൃപയാ. അതുകൊണ്ട് ഈ ലോകത്തിൽ രോഗമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്. അതിൽ നിരാശപ്പെട്ട് വേദനപ്പെട്ട് നിൽക്കാനല്ല, സന്തോഷത്തോടെ ഹല്ലേലൂയ യഹോവയെ സേവിക്കണം, ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. അതിന് നമുക്ക് ഹല്ലേലൂയ ദൈവം തന്നെ വഴികളെ തുറക്കും, വഴികൾ തുറക്കും. ഹല്ലേലൂയ. ഫിലിപ്പിയലേഖനത്തിലാണല്ലേ വായിക്കുന്നു, 4-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എല്ലാറ്റിനും എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. നന്മ വരുമ്പോൾ മാത്രമല്ല സ്തോത്രം ചെയ്യേണ്ടത്. ഹല്ലേലൂയ. വേദനകൾ വരുമ്പോഴും സ്തോത്രം ചെയ്യണം. എന്നെ ഇന്ന് ഒരു വേദനയിലൂടെ ദൈവം കടത്തിവിടുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇടയായി തീരണം. നമ്മളെ ഒന്നുകൂടി ശോധന ചെയ്യുന്നതാണ് ദൈവമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായി തീരണം. അവിടെ നമ്മൾ മനം തിരിയുകയും രൂപാന്തരപ്പെടുകയും നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നാം ഒരു ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ കുറവുകൾ എന്താണോ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവ
ദൈവസന്നിധി ദൈവമേ എന്നെ ഒന്നുകൂടി പണിതെടുക്കണം എന്ന് പറയാനായിട്ടാണ് ചില ശിക്ഷയിലൂടെ ദൈവം നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൽ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷമുള്ളവരായി തീരണം, സന്തോഷമുള്ളവരായി. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. ദൈവത്തെ സേവിപ്പാൻ സ്തോത്രം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനമാണ്. 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുവാനുള്ള ഭാഗങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആരാധനയ്ക്കുള്ള 12 ആഹ്വാനങ്ങൾ അവിടെ കാണുവാൻ ഇടയായിത്തീരുന്നു. ഒന്ന്, സകല ഭൂവാസികളുമായുള്ളവരെ. രണ്ടാമത്, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. മൂന്നാമത്, സംഗീതത്തോടെ യഹോവയെ സേവിപ്പിൻ. കാരണം നാലാമത്തേത്, അവൻ നമ്മളെ ഉണ്ടാക്കി, അതുകൊണ്ട് ദൈവത്തിന് നാം മഹത്വം കൊടുക്കണം. അഞ്ചാമത്, നാം അവനുള്ളവരാണ്. ആറാമത്, അവൻ നമ്മളെ മേയിക്കുന്ന ദൈവമാണ്. ആറാമത്, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടെ വരണം, സ്തുതിയോടെ വരണം. എട്ടാമത്, ഒമ്പതാമത്, അവന് സ്തോത്രം ചെയ്യണം, അവന്റെ നാമത്തെ സ്തുതിക്കണം. അങ്ങനെ ചില കാര്യങ്ങൾ ഈ ചെറിയ സങ്കീർത്തനത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വായിക്കുന്നു 12 ആഹ്വാനങ്ങളാണ് ഈ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 പ്രാവശ്യം ആർപ്പിടാൻ കൽപ്പിച്ചിട്ടുണ്ട് ദൈവവചനത്തിനകത്ത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആർപ്പിടണം 7 പ്രാവശ്യം. 66-ന്റെ 1-ല്, 81-ന്റെ 1-ല്, 95-ന്റെ 1-ല്, 98-ന്റെ 4-ല്, 6-ല്, 100-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഒക്കെ വായിക്കുമ്പോൾ ദൈവത്തിന് ആർപ്പിടണം എന്ന് അവിടെ ദൈവം കൽപ്പിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് ആർപ്പിടണം. 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. 3-ാമത്തെ വാക്യം, യഹോവ തന്നെ ദൈവമെന്നറിവേ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ. പല ദൈവത്തിന്റെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങളെയും മുൻനിർത്തിയിട്ട് അതിൽ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് വായിക്കുന്നത്, യഹോവ തന്നെ ദൈവം എന്ന് അറിയണം. ഹല്ലേലൂയ. ദൈവം ഏകനാണെന്നും ദൈവം സർവശക്തിയാണെന്നും ദൈവം സർവ്വവ്യാപിയാണെന്നും ദൈവമാണ് ഇതെല്ലാത്തിനെയും ഉണ്ടാക്കിയതെന്നും എല്ലാറ്റിനെയും പേർ ചൊല്ലി വിളിക്കുന്നത് ദൈവമാണെന്നും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളെന്നും ഉള്ള ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ഞാൻ നിർമ്മിക്കപ്പെട്ടത് ദൈവത്താലാണെന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം. അവിടെയാണ് യഹോവ തന്നെ ദൈവം എന്ന് അറിയണം. അവൻ എന്തിനു നമ്മളെ ഉണ്ടാക്കി. ഹല്ലേലൂയ. നമ്മൾ ഉണ്ടാകപ്പെട്ടതല്ല, ദൈവമാണ് നമ്മളെ ഉണ്ടാക്കിയത്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. ദൈവത്തിന്റെ ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കാനാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്. ഇന്ന് പല സമയത്ത് നാം മനസ്സിലാക്കണം, നമുക്കൊരു ദൈവമുണ്ട്. പകരം വെക്കാൻ കഴിയാത്ത, പകരം വെക്കാൻ പറയാൻ കഴിയാത്ത ഒരു ദൈവമുണ്ട് നമുക്ക്. ആ ദൈവമാണ് എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മറ്റാരുടെയും കരവലയമല്ല, കരത്തിന്റെ കരുതലല്ല. ഇന്ന് പല സമയത്ത് ദൈവമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത് എന്നുള്ള ബോധ്യം. ഹല്ലേലൂയ. 150-ാം സങ്കീർത്തനത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം ദൈവസന്നിധിയിൽ എങ്ങനെ ആരാധിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 150-ാം സങ്കീർത്തനത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങള് ഞാനത് വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഒന്ന്, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടി അവനെ സ്തുതിപ്പിൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടി അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കൈയൊക്കെ അടിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കുറയും. ഹല്ലേലൂയ. ഇവിടെ അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിക്കണം.
എത്ര മാത്രം ആത്മാർത്ഥത നമ്മൾ അതിനകത്ത് പുലർത്തണം എന്നാണ് ദൈവം നമ്മളെ കുറിച്ച്. നമ്മൾ ആരാധിക്കുന്നെങ്കിൽ, ഒരു സ്തോത്രം പറയുന്നെങ്കിൽ അതിനകത്തൊരു ആവേശം ഉണ്ടാകണം, അതിനകത്തൊരു സന്തോഷം ഉണ്ടാകണം. ചുമ്മാതെ സ്തോത്രം പറയുകയല്ല, എന്തിനെങ്കിലും വേണ്ടിയിട്ട് സ്തോത്രം പറയുകയല്ല. ദൈവത്തിന് സ്തോത്രം പറയുന്നത് അത് മാന്യമായിരിക്കണം, അത് ഉറപ്പോടെ ആയിരിക്കണം, അത് ശക്തിയോടെ ആയിരിക്കണം, അത് ദൈവകൃപയിലായിരിക്കണം. ദൈവം സന്തോഷിക്കണം നമ്മുടെ ഒരു സ്തോത്രത്തിൽ. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനക്കാരൻ അവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയുന്നു, അവൻ നമ്മളെ എന്ത് ചെയ്തു? ഉണ്ടാക്കി. അവൻ നമ്മളെ ഉണ്ടാക്കി. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ നമ്മളെ ഉണ്ടാക്കി. 95:7 വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 95:7 ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമ്മുടെ ദൈവമാകുന്നു, അപ്പം നാം എന്താണ്? ദൈവം നമ്മളെ ഉണ്ടാക്കി, നാം അവൻ മേയിക്കുന്ന ആടുകളും അവന്റെ കൈക്കലെ ഹല്ലേലൂയ ജനവുമാണ്. ഹല്ലേലൂയ. അവൻ നമ്മളെ മേയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ആടുകളോട് അവിടെ ഉപമിച്ച് സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുക എന്താണ്? അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അത്രമാത്രം ആഴത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മളെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നു, നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഹല്ലേലൂയ മേയിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ മേഞ്ഞ് കയറുകയല്ല, നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ മേയാൻ പോകുകയുമല്ല, ദൈവം നമ്മളെ മേയിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഇഷ്ടത്തിന് മേഞ്ഞാൽ കരടിയോ സിംഹമോ പുലിയോ എന്തെങ്കിലുമൊക്കെ പിടിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടത്തിന് മേഞ്ഞാൽ എല്ലാ ആപത്തിൽ നിന്നും ദൈവം നമ്മളെ സൂക്ഷിക്കും. ഹല്ലേലൂയ. മേയുന്നതിന് പ്രത്യേകതയുണ്ട്. ആടുകൾ എന്ത് പറഞ്ഞാലും ഹല്ലേലൂയ അഴിച്ചു വിട്ടാൽ ഇവിടുന്ന് ഒരു പച്ചപ്പ് കടിച്ചിട്ട് അടുത്ത ചെടിയിൽ കയറി പച്ചപ്പ് കടിച്ച് അടുത്ത ചെടിയിൽ കയറി പച്ചപ്പ് കടിച്ച് അങ്ങനെ അങ്ങ് ഓടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒരിടത്ത് തൃപ്തിയോടെ നിന്ന് അത് ഭക്ഷിക്കത്തില്ല. അത് തൃപ്തിയോടെ നിന്ന് ഭക്ഷിക്കണമെങ്കിൽ അതിനെ കെട്ടിയിടണം. കെട്ടിയിട്ടാൽ ആ വട്ടത്തിൽ കിടന്നത് മേവച്ച് കടിച്ച് തിന്നാനുള്ളതും കടിച്ചു നിന്നിട്ട് മേവച്ച് കടക്കത്തതേ ഉള്ളൂ. എന്നാൽ ഹല്ലേലൂയ അഴിച്ചു വിട്ട് നോക്കണം ഈ ആടിന്റെ പ്രകൃതം എന്താണെന്ന്. ഹല്ലേലൂയ. അതിന്റെ സാഹചര്യങ്ങളെല്ലാം അത് മറക്കും, അതിന്റെ ഉടമസ്ഥനെ എല്ലാം മറക്കും. പിന്നെ അത് തിരിഞ്ഞൊന്ന് വെക്കണമെങ്കിൽ അത് വയറ് നിറയണം. ഹല്ലേലൂയ. വയറ് നിറയണം. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് ഇടയന്മാരെ, യഹോവയുടെ വചനം കേൾപ്പീൻ. എന്നാണേ ഇടയനില്ലാത്ത കൊണ്ടത്ര എന്റെ ആടുകൾ കവർച്ചയായി പോവുകയും എന്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇടയന്മാരെ യഹോവയുടെ വചനം കേൾപ്പീൻ. എന്നാണ് ഇടയനില്ലായ്ക കൊണ്ടത്രേ എന്റെ ആടുകൾ കവർച്ചയായി പോകുകയും എന്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇരയായി തീരുന്നത് എന്തോ കൊണ്ടാ? ഇടയനില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പല മൃഗങ്ങൾക്ക്, കാട്ടിലെ പല മൃഗങ്ങളുണ്ട്, പല മൃഗങ്ങൾക്കും ഇടയനില്ലാത്തത് കൊണ്ട് ഇരയാകുകയാണ്. ഹല്ലേലൂയ. നമുക്കൊരു ഇടയനുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ നമുക്കൊരു ഇടയനുണ്ട്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇടയൻ. അതുകൊണ്ട്
ഇടയന്മാരെ യഹോവയുടെ വചനം കേൾപ്പീൻ. എന്നാണ് ഇടയനില്ലായിക്കൊണ്ടത്രേ എന്റെ ആടുകൾ കവർച്ചയായി പോകുകയും എന്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവൾ സ്തോത്രം ഹല്ലേലൂയ ഉപദേശത്തിൽ നിൽക്കാതെ ഇടയനെ ഹല്ലേലൂയ ഇടയനില്ലാതെ നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ പ്രതിസന്ധികൾ ഹല്ലേലൂയ ജീവിതത്തെ തകർത്ത് കളയാൻ കടന്നു വരുന്നത്. അതുകൊണ്ട് സകല കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയായി തീരുക. ഈ സമൂഹത്തിൽ നമ്മള് സ്തോത്രം നമ്മുടെ മാന്യത കുറയുക, നാം ഹല്ലേലൂയ സ്തോത്രം എത്തേണ്ട മേഖലകളിൽ എത്തപ്പെടാതിരിക്കുക, ഉയർച്ച പ്രാപിക്കേണ്ട നിലവാരത്തിൽ ഉയർച്ച പ്രാപിക്കാതിരിക്കുക. ഈ ലോകത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ആധിപത്യത്തിന്റെ കീഴിൽ ഞാനും നിങ്ങളും എവിടെയെങ്കിലും ഒന്ന് വീണു പോയാൽ ഇന്ന് പല സമയത്ത് ദൈവമൈതലേ ഏതിന്റെയെങ്കിലും വായിൽ ഞാനും നിങ്ങളും അകപ്പെട്ടിട്ട് തകർന്നു പോകുകയാണ്. ഒന്നുകിൽ മൊബൈലിന്റെ മുമ്പിൽ ഹല്ലേലൂയ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റുള്ള ഏതെങ്കിലും നിലവാരത്തില് ഹല്ലേലൂയ നാം ഹല്ലേലൂയ തകർന്നു പോകുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇടയനെ കുറിച്ചുള്ള ആ ബോധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ട്, ഇടയനെ കുറിച്ചുള്ള ആ ബോധ്യം നമ്മൾ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ചിലതിലൊക്കെ നമ്മള് വീണു പോകുന്നത്. അവിടെ നിന്ന് വായിക്കുന്നു ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊരു നല്ല ഇടയനുണ്ട്. 23 സങ്കീർത്തനത്തില് 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം യഹോവ, നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന ഭാഗമാണ്, എങ്കിലും ഒന്ന് വായിച്ചാട്ടെ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. കുഞ്ഞുപിള്ളാര് പറയത്തില്ലേ, മറ്റേ മമ്മി എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്നാ സ്തോത്രം. കുഞ്ഞുങ്ങളെ ആദ്യമേ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ സ്തോത്രം അവർ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അല്ലെ. സ്തോത്രം, യഹോവ എന്റെ ഇടയനാകുന്നു. നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ ദൈവം എന്റെ ഇടയൻ. ഹല്ലേലൂയ. അവൻ മേയ്ക്കുന്ന ആടാ ഞാൻ. ഹല്ലേലൂയ. അവന്റെ കൈക്കീഴിലെ ജനമാണ് ഞങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, ദൈവം ഇടയനാണെങ്കിൽ സ്തോത്രം നമുക്ക് എന്തുണ്ടാകത്തില്ല? ദൈവം നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകത്തില്ല? പ്രശ്നങ്ങളിൽ തകർന്നു പോകത്തില്ല, പ്രതിസന്ധികളിൽ തകർന്നു പോകത്തില്ല, സ്തോത്രം നിരാശപ്പെട്ട് വേദനപ്പെട്ടിരിക്കത്തില്ല. എനിക്കൊരു ഇടയനുണ്ടെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 ലക്ഷം രൂപയുടെ കടം ബാധ്യതകൾ അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ട് പോകത്തില്ല. എനിക്കൊരു ഇടയനുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു ഇടയനുണ്ട്. എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ആ ധൈര്യം നമുക്ക്, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ഇടയനുണ്ട്. എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ഒരു ഇടയനുണ്ട്. ഇന്ന് പകൽ സമയത്ത് ആ ഇടയനെ മറന്നു പോകുന്നത് കൊണ്ട് പ്രശ്നത്തിനകത്ത് വീണു പോകുന്നത്. ഹല്ലേലൂയ. ഇത് ഇടയൻ ഏറ്റെടുത്താൽ, ഈ നമ്മുടെ പ്രശ്നം ഇടയൻ ഏറ്റെടുത്താൽ പിന്നെ ഹല്ലേലൂയ നമ്മുടെ വിഷയം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണ്ട. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്കൊരു ഇടയനുണ്ട്. യഹോവ എന്റെ ഇടയനാണ്. ഹല്ലേലൂയ. എനിക്ക് മുട്ടുണ്ടാകത്തില്ല. എന്നിട്ട് പറയുന്നു, എന്നെ എവിടെ നടത്തണമെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ആ മേഖലയിലേക്ക് എന്നെ നടത്തും. എന്റെ ഇടയൻ എന്നെ പുല്ലില്ലാത്തടത്തും വരണ്ട നിലത്തും, ഹല്ലേലൂയ സ്തോത്രം, കാട്ടുമൃഗങ്ങളുള്ളിടത്തും അല്ല എന്റെ ഇടയൻ നിർത്തുന്നത്. എന്റെ ഇടയൻ നിർത്തുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ. ഹല്ലേലൂയ. ആർക്കും കിട്ടാത്ത നന്മകൾ ദൈവ മക്കളുടെ കരത്തിൽ ലഭിക്കണമെങ്കിൽ ഈ ഇടയ ശ്രദ്ധൻ എന്തെങ്കിലും നിങ്ങളുടെ നാഥനായിട്ട് മാറണം. ഹല്ലേലൂയ. ഈ ഇടയൻ എന്തെങ്കിലും നിങ്ങളിൽ നാഥനായിട്ട് മാറണം. ഇന്ന് പകൽസമയത്ത് ദൈവമക്കളെ ഞാനും നിങ്ങളും വിലപിച്ചുകൊണ്ട്, നിരാശപ്പെട്ടുകൊണ്ട്, വേദനപ്പെട്ടുകൊണ്ട്
ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ദുരിതങ്ങൾ നാം ചുമന്നുകൊണ്ട് നടന്ന് വേദനപ്പെട്ട് നിരാശപ്പെട്ട് നിൽക്കുന്ന അനുഭവത്തിൽ നിന്ന് പുറത്തു വരാനാ ദൈവം ഇന്ന് പകൽ സമയത്ത് ഈ ഇടയ ശ്രദ്ധന്റെ മഹാത്മ്യം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈ ഇടയനെ നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ കൊണ്ട് നിർത്തുന്ന ഇടം പച്ചയായ പുൽപ്പുറം. നമ്മളെ കൊണ്ട് നിർത്തുന്ന ഇടം പച്ചയായ പുൽപ്പുറം. ഈ ഇടയന്റെ ക്വാളിറ്റി അതാണ്. സ്തോത്രം. ആദ്യം ഈ ഇടയൻ എവിടെയുണ്ട് നല്ല മേച്ചൽപ്പുറം പച്ചപ്പ് എവിടെ ഉണ്ടെന്ന് ഈ ഇടയന് നല്ലതുപോലെ അറിയാം. ഈ ആടുകളെ കൊണ്ടുവന്ന് അവിടെ അങ്ങ് നിർത്തും. ഹല്ലേലൂയ. നമ്മുടെ പല പ്രിയപ്പെട്ടവരും കാനഡയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ഒക്കെ പോയതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഭവനങ്ങളിലെല്ലാം നന്മ കടന്നു വരാൻ ഉള്ള കാരണം എന്താണെന്നറിയാമോ? ഈ ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ കൊണ്ടുവന്നവരെ നിർത്തി. ഇവിടെ ഇരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ വരുന്ന നാളുകളിൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ ദൈവം കൊണ്ടുവന്ന് നിർത്തും. ഹല്ലേലൂയ. സമയത്ത് ആലോചന കേൾക്കുന്ന ദൈവത്തിലെ നിനക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ഈ ഇടയൻ ഒരുക്കാൻ പോകുക. നിന്നെ അയക്കേണ്ട ദേശത്ത് ദൈവത്തിന്റെ ആത്മാവ് അയക്കാൻ പോകുക. ചില വഴികൾ ദൈവത്തിന്റെ ആത്മാവ് തുറക്കാൻ പോകുക. ഈ ഇടയനെ മുറുകെ പിടിക്കുക. ഈ ഇടയൻ നമ്മളെ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. ഈ ഇടയൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ നമ്മളെ കൊണ്ടുവന്നെത്തി. ഒരു കാട്ടുമൃഗവും പിടിക്കാത്ത നിലവാരത്തിൽ ഒന്നിന്റെ വായിൽ അകപ്പെടുത്തി കളയുന്ന ദൈവമല്ല എന്റെ ദൈവം. ഇന്ന് പല സമയത്ത് ഈ ഇടയനെ ഈ പല സമയത്ത് ആസ്വദിക്കുന്ന ദൈവമക്കൾക്ക് ദൈവത്തിന് നന്ദി പറയും. ഈ ഇടയൻ നമ്മളെ നമ്മളെ ആക്കി തരുന്ന ദൈവമൊക്കെ ദൈവത്തിന് നന്ദി പറയുക. ഈ ഇടയൻ മനെ അറിഞ്ഞ് കളയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ കൊണ്ടുവന്ന് നിർത്തും ചില മേഖലകളിൽ. ഒന്നുമില്ലാത്ത മേഖലകളിലല്ല, പച്ചയായ നമ്മള് ഗതികെട്ടവരാണെന്ന് ആരും പറയാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മള് ഗതികെട്ടവരാണെന്ന് ആരും പറയാൻ അനുവദിക്കത്തില്ല. നമ്മൾ പിടിച്ചാൽ മുറുകെ പിടിച്ചോണം. പരങ്ങനെ കണ്ടിട്ടില്ലേ? സ്തോത്രം. പരങ്ങനും പാമ്പുമായിട്ട് ഭയങ്കര പ്രശ്നമോ. ഹല്ലേലൂയ. പക്ഷേ കൊരങ്ങൻ പാമ്പിന്റെ പെടലേക്ക് പിടിച്ചാൽ കൊരങ്ങനും ചാകും, പാമ്പും ചാകും. വിടത്തില്ല. നോക്കിയ പേടിയാ. ഹല്ലേലൂയ. ആ പിടുത്തം എന്ന് പറയുന്നത് മുറുകെ പിടിക്കും. അയച്ചു വിടത്തില്ല. അയച്ചു വിട്ട പാമ്പ് കടിക്കുമെന്ന് കൊരങ്ങനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പിടുത്തം എന്ത് ചെയ്യും? മുറുകെ അങ്ങ് പിടിക്കും. പാമ്പും ചാകും, കൊരങ്ങനും ചാകും. ഹല്ലേലൂയ. ബലത്തോടെ അവൻ പിടിക്കുന്നു. ഇവിടെ വായിക്കുന്ന ഭാഗം എങ്ങനെയാണ്? നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ അതുപോലെ സ്നേഹിക്കണം. ചിലത് നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം, ചിലത് ഹല്ലേലൂയ മോശമായെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. നമ്മുടെ ഇടയനെ നമ്മൾ മുറുകെ പിടിച്ചാൽ അത് നല്ലതുപോലെ പിടിക്കണം, നല്ലതുപോലെ പിടിക്കണം. ഒട്ടുണ്ടാകാതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, പ്രശ്നത്തിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ, തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഈ ഇടയനെ ഇന്ന് പകൽ സമയത്ത് ആരാണെന്നുള്ള ബോധ്യത്തോടെ ആരാധിക്കണം. ഹല്ലേലൂയ. ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നത്. എന്റെ സമയത്തിന് വേണ്ടി, എന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം നിന്ന് തരണമെന്ന് പറയുന്നത് വാശിയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവം കേൾക്കണം. ഞാൻ പറയുന്നിടത്ത് ദൈവം വരണം. ഞാൻ പറയുന്നത് പോലെ ദൈവം ചെയ്യണം. ഈ ദൈവം അല്ല എന്റെ ദൈവം. എന്റെ ദൈവം നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ, നമ്മൾ പൂർണ്ണമായിട്ട് നിന്നു കൊടുത്താൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ അടുത്ത് വരണം. എന്റെ വിഷയങ്ങൾക്ക് എനിക്ക് പരിഹാരം തരണം. ഇല്ലെങ്കിൽ ഞാൻ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മള് വെറും കൃമിയും പുഴുവാണെന്ന് ഓർക്കണം. ഇന്ന് രാത്രി, ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിൽ ഈ തൊക്ക്
മൂക്കിലൊക്കെ എന്തുമാത്രം വൈറസാണെന്നറിയോ സഞ്ചരിക്കുന്നത്. ആയിരക്കണക്കിന് വൈറസ് നമ്മുടെ മുഖത്തൊക്കെ. നമ്മൾ അതുകൊണ്ടാ മൂക്ക് ഇടയ്ക്കിടയ്ക്ക് മൂക്ക് തുടയുന്നു, കണ്ണു തുടയ്ക്കുന്നു, മുഖത്തൂടെ എന്തൊക്കെയോ എഴയുന്നത് പോലെ തോന്നും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അനേക വൈറസുകൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന്റെ ഈ ചൂടൊക്കെ പോകട്ടെ, ഇതെല്ലാം നമ്മളെ അറ്റാക്ക് ചെയ്യും. 3 ദിവസം കൊണ്ട് നമ്മുടെ ശരീരം ഹല്ലേലൂയ ജീർണിച്ച് ഒന്നുമല്ലാത്തതായി മാറും. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന സൗന്ദര്യം മാറും, ഇന്ന് കാണുന്ന കണ്ണിന്റെ കാഴ്ച മാറും, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പ് മാറും, നാം അസ്ഥികൂടമായിട്ട് ചില നാളുകൾക്കുള്ളിൽ മാറും. ഇന്ന് ഹല്ലേലൂയ അത് മനസ്സിലാക്കണം, നമ്മൾ ആരാണെന്നുള്ളത്. ഹല്ലേലൂയ. അവിടെയാണ് വായിക്കുന്നത്, നാം ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യും? പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിൽ ഹല്ലേലൂയ എന്നെ അവൻ ഹല്ലേലൂയ കിടത്തും. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ നടുവിലൂടെ സ്തോത്രം എന്നെ നടത്തുമെന്നല്ല പറഞ്ഞേ, സ്വസ്ഥതയുള്ള ഹല്ലേലൂയ വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തും. എന്നെ പ്രതികൂലത്തിന്റെ നടുവിലൂടെ നടത്തുമെന്നല്ല. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ, ഈ ഇടയൻ ഹല്ലേലൂയ നാം ഹല്ലേലൂയ ഏത് പ്രകാരം ആ ഇടയനെ നമ്മൾ സ്വീകരിക്കുന്നു, ആ നിലവാരത്തിലുള്ള സ്നേഹമാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പുറന്തള്ളിയ നമ്മുടെ ഇഷ്ടത്തിന് ദൈവം നമ്മുടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്റെ പ്രാർത്ഥനയിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞാൽ ദൈവം വരുത്തില്ല. ഹല്ലേലൂയ. 3 ദിവസം 5 ദിവസം 7 ദിവസം ഉപവസിച്ചോ, 21 ദിവസം ഉപവസിച്ചോ, ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ആദ്യം നമ്മളെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ആർക്ക് വേണ്ടിയിട്ടും എപ്പോഴും എങ്ങനെയും പ്രവർത്തിക്കുന്നവരല്ല, വിശ്വസ്തയോടെ നിൽക്കുന്ന. അതുകൊണ്ടാ പറഞ്ഞത്, നാം എല്ലായ്പ്പോഴും ദൈവത്തോട് കൂടെ വസിക്കണം, എല്ലാത്തിനും സ്തോത്രം ചെയ്യണം.